ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ കറിയാണ് രാവിലെ തന്നെ? ഉള്ളി നേരാക്കി തണ്ടാ കണ്ണുകൂടെ വെള്ളം വരുന്നു. ഇന്ന് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ഇന്ന് രാവിലെ പലഹാരമാണ്. ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് പറ്റിയൊരു സാമ്പാറാണ്. ഉള്ളി സാമ്പാർ. ഉള്ളി സാമ്പാർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ണിൽ വെള്ളം വരുന്നു ഉള്ളി നേരാക്കിയിട്ട്. പറഞ്ഞു കാര്യമില്ല. എന്തൊരു എരിവാണ്. ഒരെണ്ണം തലപ്പിൽ കുത്തിവെക്കും. താല്പര്യം കുത്തിവെക്കുന്നു. കുത്തിവെച്ച പേരൊന്നും അറിയില്ല. ഇതങ്ങനെ കുത്തിവെക്കാറുണ്ടാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഞങ്ങളെവിടെയോ കണ്ടതാണ്. എവിടെയല്ല, ഞാൻ പറയുന്നത് കേട്ടതാണ്. നമുക്ക് ഉള്ളി സാമ്പാർ വയ്ക്കാൻ പരിപ്പ് വേവിക്കാട്ടോ. ഒരു ഗ്ലാസ് തുവരപ്പരിപ്പുണ്ട്. നന്നായി കഴുകിയതാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 വിസിൽ വരട്ടെ. പരിപ്പ് എന്താ നോക്കാം. നന്നായി വെന്തു കൂട്ടാ. ഇനി നമുക്ക് ഉള്ളി സാമ്പാർ വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ. അതിലേക്ക് ഒരു 1/4 കിലോ ചെറിയ ഉള്ളി കേട്ടോ. 1/4 കിലോ ചെറിയ ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക്. ചെറിയ പച്ചമുളകാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഉള്ളി വഴണ്ട് വന്നു കേട്ടാ. ഇത് എത്രയും മതി. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് വേവട്ടെ. നമ്മുടെ ഉള്ളി കണ്ടാ നോക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വന്നു. നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശകലം മതി. ഇന്ന് സാമ്പാർ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ എരിവിട്ടിട്ടില്ല. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ടാണ്. ഇത് നല്ല എരിവുള്ള സാമ്പാർ പൊടിയാണ്. ശകലം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ഇതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായി തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു. നന്നായിട്ട് ഒരു അടിപൊളി താളിച്ച് വയ്ക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്താ വേണം. ചീഞ്ചട്ടി ചൂടാവട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 4 മണി ഉള്ളി ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക്, കറിവേപ്പില. സ്പെഷ്യൽ ഉള്ളി സാമ്പാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്താ നെയ്യിൻ്റെ മണക്കണ്ട. അടിപൊളിയാണ്. ഇഡലിൻ്റെ കൂടെ കഴിക്കാവൂ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കുക.
അല്ല നന്നായി കുറുകിയിട്ടാ കണ്ടോ. ഇനി ഒന്ന് ആറെ ഒന്നും കൂടി കുറുകും. ഇഡ്ഡലി കേട്ടോ. ഇത് മേലെ വെച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ സൂപ്പറല്ലേ. വെളിച്ചെണ്ണ വട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ റെഡിയാവില്ല. അപ്പോൾ അത് വേഗട്ടെ. ഇഡ്ഡലി വെന്തം നോക്കട്ടോ. ഓ വെന്തു കേട്ടോ. വെന്തു ഗൈസ്, വെന്തു. വെള്ളം തിരക്കിന് വേഗം അല്ലാണ്ട് ചൂടാറുന്നില്ല. പണ്ട് തൊട്ടുള്ള കാണാൻ തുടങ്ങിയത് എന്താ അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അച്ഛൻ എന്താ വെച്ചാൽ കൈയും കെട്ടി നിൽക്കണേ. അച്ഛൻ എന്താ കൈയും കെട്ടി നോക്കി നിൽക്കണേ. ഇഡ്ഡലി എടുക്കുന്നത് നോക്കുക. വിശക്കാൻ തുടങ്ങി. മെസ്സേജ് വന്നു ഉണ്ടെന്ന്. സൂപ്പർ ഇഡ്ഡലി. ആർക്ക് കഴിക്കാനാ? മാമു കുഞ്ഞു കുട്ടികളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് ശീലമായാ? പാപ്പം മതി. പാപ്പം മതി, മാമ വേണ്ട. ഒരാവിയും കൂടെ എടുക്കട്ടെ കേട്ടോ. പിന്നെ അടുപ്പ് കത്തണമെങ്കിൽ അങ്ങനെയല്ല. ഞായറാഴ്ചയായിട്ട് ചടച്ച കോമഡികൾ. രാവിലെ തന്നെ പണി കിട്ടിട്ട് കൈ ഇറുകിയിട്ടായിരിക്കും. വെട്ടുകത്തിൻ്റെ ഇത് പൊട്ടിയിരിക്കുകയായിരുന്നു. വിറക് വെട്ടിയതാണ് രാവിലെ തന്നെ വെളിച്ച് വന്ന് വിറക് വെട്ടിയതാണ് കേട്ടോ. കൈ ഉണ്ടാകും വെട്ടുകത്തിൻ്റെ ഇടുപ്പിലാണ് പൊട്ടി കേട്ടോ. എൻ്റെ നല്ല സോഫ്റ്റ് ഇഡലിയാണ്. എടാ സോഫ്റ്റ്, നല്ല സോഫ്റ്റാണ്. വെള്ളപ്ലേറ്റ് എടുക്കാൻ വയ്യാണ്ട് കേട്ടോ. എന്താ വേണം ഏട്ടാ കഴിക്കാൻ വരി. ഏട്ടന് ഉണ്ണിയും കഴിക്കണ്ടാ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടാ. അടിപൊളിയാണ്. എന്താ ഉണ്ണിയൊന്നും ഉണ്ടാത്തത്? ഇഡലിപ്പൊടി ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. ടേസ്റ്റ് ഉണ്ടാ? പറയാനൊന്നും ഇല്ലാന്നാ പറയണേ ശേക്കുട്ടി. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഏട്ടാ. കോറ കണക്കാൻ പോകണ്ട. നന്നായി കഴുകിയതാണ് കോറ. പോലെ കുറച്ചുള്ളൂ. മിക്സിയിൽ പൊടിച്ച അടിപൊളിയാണ്. കോറ ഉണങ്ങിയിട്ടാ പൊടിക്കട്ടെ. കോറ പൊടിച്ചിട്ടാ 2 പ്രാവശ്യമായിട്ട് പൊടിച്ച് ഉണ്ടോ. സൂപ്പറായിട്ട്. ഇവിടെ റാഗി എപ്പോഴും വേണം. അതെ അതെ. 1 കിലോ പൊടിച്ചതാ. ഇനി കുറച്ച് ദിവസത്തിന് മതി ഇതാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു.